അവധിക്കാലത്തിലേക്ക് അടുക്കുന്നതോടെ മലയാളത്തിൽ വീണ്ടും റിലീസുകളുടെ കാലമാണ്. മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളെല്ലാം ഈ മാസവും അടുത്ത മാസവുമായി റിലീസിനെത്തുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനടക്കം നിരവധി സിനിമകൾ ഈ ലിസ്റ്റിലുണ്ട്. മാർച്ച് 7-ന് ഔസേപ്പിന്റെ ഒസ്യത്ത്, പരിവാർ, വടക്കൻ, പ്രളയശേഷം ഒരു ജലകന്യക തുടങ്ങി താരതമ്യേന ചെറിയ സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് പുറത്തിറങ്ങുന്നത്. അതിൽ തന്നെ പ്രളയശേഷം ഒരു ജലകന്യക KSFDCയുടെ നിർമ്മാണത്തിലാണ് പുറത്തിറങ്ങുന്നത്. മാർച്ചിൽ എല്ലാവരും ഏറെ കാത്തിരിക്കുന്നത് ഒരേയൊരു സിനിമയ്ക്കാണ്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. മലയാള സിനിമ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഹൈപ്പിലാണ് എമ്പുരാന്റെ വരവ്. ഹോളിവുഡ് താരങ്ങളെ അടക്കം അണിനിരത്തി പൃഥ്വി ഒരുക്കി വെച്ചിരിക്കുന്ന ചെറിയ സിനിമയെ കാണാൻ ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ്. എമ്പുരാന്റെ കൂടെ ക്ലാഷിന് മലയാള സിനിമകളൊന്നുമില്ലെങ്കിലും തമിഴിൽ നിന്ന് ഒരു ചിത്രം എത്തുന്നുണ്ട്. ചിയാൻ വിക്രം നായകവേഷത്തിലെത്തുന്ന വീരധീര സൂരനാണ് എമ്പുരാന്റെ എതിരാളി. SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ SJ സൂര്യ, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മലയാള സിനിമാ പ്രേമികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന എമ്പുരാന് വിക്രം ഒരു വെല്ലുവിളിയാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എമ്പുരാന് പോസിറ്റീവ് റെസ്പോൺസുകൾ വന്നാൽ വീരാധീര സൂരൻ കേരള ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് വിയർത്തേക്കും. പെരുന്നാളും വേനലവധിയുമെല്ലാം മാർച്ച് മാസം അവസാനമായതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ആളുകൾ എത്തുമെന്നതിൽ സംശയം വേണ്ട. കളക്ഷനിൽ പുത്തൻ റെക്കോർഡുകൾ ഇടാൻ എമ്പുരാൻ ആകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും. മാർച്ചിന് പിന്നാലെ ഏപ്രിലിൽ കാത്തിരിക്കുന്നത് വമ്പൻ റിലീസുകളാണ്. ആസിഫ് അലി നായകനാകുന്ന സേതുനാഥ് പത്മകുമാർ ചിത്രം ആഭ്യന്തര കുറ്റവാളിയാണ് ഏപ്രിലിലെ ആദ്യ റിലീസ്. 3-ാം തീയതി പുറത്തിറങ്ങുന്ന ചിത്രം വിജയിച്ചാൽ ഹാട്രിക് ഹിറ്റാണ് ആസിഫിനെ കാത്തിരിക്കുന്നത്. കിഷ്കിന്ദ കാണ്ഡം, രേഖാചിത്രം എന്നിവയാണ് ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ആസിഫ് ചിത്രങ്ങൾ. രണ്ടും സൂപ്പർ ഹിറ്റുകളായിരുന്നു. മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ദിലീഷ് കരുണാകരൻ ചിത്രം ലൗലി ഏപ്രിൽ 4-ലാണ് റിലീസിനെത്തുന്നത്. 3Dയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് ചിത്രം എന്ന പ്രത്യേകതയും ലൗലിക്കുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംവിധായകൻ ആഷിഖ് അബുവാൻ എന്നതും സിനിമയുടെ റിലീസിനായി കാത്തിരിക്കാൻ ഒരു കാരണമാണ്. എമ്പുരാൻ തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന കോളിളക്കത്തിന് പിന്നാലെ ബിഗ് എംസിൽ മമ്മൂട്ടിയുടെ വരവാണ് അടുത്തത്. മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. ഏപ്രിൽ 10-നാണ് ചിത്രത്തിന്റെ റിലീസ്. സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആയിരുന്നു മമ്മൂട്ടിയുടെ അവസാന ചിത്രം. മമ്മൂട്ടി ചിത്രത്തിനും തമിഴിൽ നിന്നൊരു ക്ലാഷ് റിലീസ് ഉണ്ട്. അജിത് നായകവേഷത്തിലെത്തുന്ന ഗുഡ് ബാഡ് അഗ്ലിയും ഏപ്രിൽ 10-നാണ് റിലീസ്. വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത് നായകവേഷത്തിലെത്തുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. KGF-ലൂടെ ഇന്ത്യ മൊത്തം തരംഗമായ യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ഏപ്രിൽ 10-ന് റിലീസ് ചെയ്യുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രം അന്ന് എത്തുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. നസ്ലൻ ഖാലിദ് റഹ്മാൻ ചിത്രം ആലപ്പുഴ ജിംഖാനയും മാർച്ച് അവസാനമോ ഏപ്രിലോ റിലീസ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ആലപ്പുഴ ജിംഖാനയെ കാണുന്നത്. ടൊവിനോ നിർമ്മിക്കുന്ന ബേസിൽ ചിത്രം മരണമാസ്, ഷെയ്ൻ നിഗത്തിന്റെ ഹാൽ തുടങ്ങി നിരവധി ചിത്രങ്ങളും ഏപ്രിലിൽ പുറത്തിറങ്ങാനുണ്ട്. സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധികളെല്ലാം ഈ സിനിമകളിലൂടെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം നല്ല ഒരുപിടി സിനിമകളിലൂടെ അവധിക്കാലം ആഘോഷമാക്കാനും വരും മാസങ്ങളിൽ സാധിച്ചേക്കും.